ഷൗക്കത്തിന്റെ വിജയം അത് വിജയം തന്നെയാണ്. അതിൽ എത്ര വോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് കുറഞ്ഞു മറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ വാർത്താ ചാനലിൽ ഇടതുപക്ഷ കൊടി പിടിക്കുന്ന വാർത്താ അവതാരകൻ അരുൺകുമാറിന്റെ രീതിയെ അടച്ചാക്ഷേപിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. വിജയം അംഗീകരിക്കാൻ കഴിയാത്ത നിങ്ങൾ ഉരുണ്ടു കളിക്കേണ്ട കാര്യമില്ല, മാധ്യമധർമ്മം കൃത്യമായി ചെയ്യൂ എന്ന് പറഞ്ഞ് ചാനൽ ചർച്ചയിൽ ഇരുത്തിപ്പൊരിക്കുകയാണ്. ആ വീഡിയോയിലേക്ക് പോകാം. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന ആളുടെ ചർച്ച ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ആകെ കൺഫ്യൂസ്ഡായി. ഞാൻ ഇന്ന് മറ്റേ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ റിസൾട്ടിന്റെ സർട്ടിഫിക്കറ്റ് തന്നതിനകത്ത് ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു എന്നാണ് കാണുന്നത്. മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു എന്നാണ്. അപ്പോൾ ഞാനിവിടെ വന്നിരുന്നതിന് ശേഷം എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് ആകെ കൺഫ്യൂഷനായിപ്പോയി. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോൾ സ്വരാജാണ് ജയിച്ചത്, ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞു നിർത്തിയെടുത്തതെന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഏറ്റവും മിനിമം നമ്മളൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടാൽ അത് പരാജയപ്പെട്ടു, ജനങ്ങൾ ഞങ്ങളെ തോൽപ്പിച്ചു എന്ന് തന്നെ പറയാതെ അവിടെ 300 വോട്ട് കൂടി, ഇവിടെ 400 വോട്ട് കൂടി, ആ മറ്റേതിനേക്കാൾ ആ 15 വോട്ട് അങ്ങോട്ട് പോയില്ലേ, ഇവിടുത്തെ 22 വോട്ട് ഇങ്ങോട്ട് വന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ അവരുടെ ജനവിധിയെ പിന്നെയും പരിഹസിക്കുക. നിങ്ങൾ പരിഹസിച്ചോളൂ, അത് തന്നെയാണ് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം. പക്ഷേ അതിന് പിന്നെയും ജനങ്ങൾ നിങ്ങളുടെ മുഖത്ത് ആഞ്ഞടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അപ്പോൾ തോറ്റു എന്ന് പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാമല്ലോ. അതല്ലാതെ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അവിടെ 300 വോട്ട് കൂടി, ശ്രീ വി ഡി സതീശൻ അങ്ങനെ പറഞ്ഞില്ലേ, ആ 3000 വോട്ട് ഇങ്ങോട്ട് വന്നില്ലേ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് ശ്രീ എം സ്വരാജാണോ? എനിക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. ഇനി നിഷയുടെ ചോദ്യം, തെരഞ്ഞെടുപ്പാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എതിരെ നിൽക്കുന്ന ആളുകൾ നമ്മളെ വിമർശിക്കുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമാണ്. പക്ഷേ എനിക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് ശ്രീ സ്വരാജ് സ്ഥാനാർത്ഥിയായതെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ UDF-ന് വളരെ നിർബന്ധമുണ്ടായിരുന്നു, ഉത്തരവാദിത്തത്തോടെയാണ് പറയുന്നത്. UDF-ന് വളരെ നിർബന്ധമുണ്ടായിരുന്നു CPM-ന് ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും തന്നെ സ്ഥാനാർത്ഥിയാകണം. തൃക്കാക്കരയിൽ CPM മത്സരിച്ചില്ല, പകരം സ്വതന്ത്രനെ മത്സരിച്ചു. പരാജയപ്പെട്ടപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ ഈ ചങ്ങാതിമാർ വന്നിരുന്നു പറഞ്ഞത് അവിടെ സ്വതന്ത്രനെ നിർത്തിയത് കൊണ്ട് തോറ്റുപോയി എന്നാണ്. പാലക്കാട് ഇതിനേക്കാൾ വലിയ കോലാഹലം ഉണ്ടാക്കി. എന്നിട്ട് ഇവർ തോറ്റുപോയപ്പോൾ ഇവർ വന്ന് പറഞ്ഞത് പാർട്ടി മാറി ഇയാളെ മത്സരിപ്പിച്ചത് കൊണ്ടാണ് തോറ്റത്. അപ്പം ഞങ്ങൾക്ക് UDF-ന് വളരെ നിർബന്ധമുണ്ടായിരുന്നു CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ മത്സരിക്കണം എന്നുള്ളതിനകത്ത്. അതിപ്പോൾ CPM തന്നെ പറയുന്നുണ്ടല്ലോ ഞങ്ങളുടെ നമ്പർ 1 കാൻഡിഡേറ്റ് ആണെന്ന്. അങ്ങനെയാണ് എങ്കിൽ ഞങ്ങൾ കുഴിച്ച കുഴിയിൽ അവർ വന്ന് വീണതിനകത്ത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അത് മറ്റു വേറെ തരത്തിലൊന്നുമല്ല. ഞങ്ങൾ എന്തായാലും വെല്ലുവിളിച്ച് വരുത്തുന്നത് ഇവരെ വാഴിക്കാൻ വേണ്ടിയിട്ടല്ലോ. സ്വാഭാവികമായിട്ട് അവരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രമുഖരെന്ന് അവർ പറയുന്ന ആളെ തന്നെ വീഴ്ത്താൻ വേണ്ടിയിട്ടാണ്. ഇനിയും ഇവർ പറയുന്ന നമ്പർ 1 കാൻഡിഡേറ്റ് ഇവരുടെ വാദമാണ് നമ്പർ 1 കാൻഡിഡേറ്റ്. ആ കാൻഡിഡേറ്റ് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കണക്കുകളൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാനും ചില കണക്കുകൾ പറയാം. ആ കാൻഡിഡേറ്റ് ശ്രീ എം സ്വരാജ്, അദ്ദേഹം ജനിച്ച പോത്തുകലിലെ 118 നമ്പർ ബൂത്തിൽ 71 വോട്ടിന് അദ്ദേഹം പിന്നിലാണ്. അദ്ദേഹം ജനിച്ച ആ പോത്തുകൽ പഞ്ചായത്തിൽ 307 വോട്ടിന് അദ്ദേഹം പിന്നിലാണ്. ഞങ്ങൾക്ക് ലീഡുണ്ട്. ഇനിയും അദ്ദേഹം പഠിച്ച ഒരിക്കൽ കൂടി ഒരു വട്ടം കൂടി അങ്ങനെ എന്തൊക്കെയോ നൊസ്റ്റാൾജിക് പരിപാടികളൊക്കെ സംഘടിപ്പിച്ച ചുങ്കത്തറ മർത്തോമ കോളേജ് ഇരിക്കുന്ന 149 നമ്പർ ബൂത്ത്, ആ 149 നമ്പർ ബൂത്തിൽ ഞങ്ങൾക്ക് 95 വോട്ടിന്റെ ലീഡുണ്ട്. അദ്ദേഹം പഠിച്ച സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന ചുങ്കത്തറ പഞ്ചായത്തിൽ ഞങ്ങൾക്ക് 1287 വോട്ടിന്റെ ലീഡുണ്ട്. ഇനി അദ്ദേഹം ഇപ്പോൾ വീട് വെച്ച് താമസിക്കുന്ന നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ 40 നമ്പർ ബൂത്തിൽ 202 നമ്പർ ബൂത്തിൽ ഞങ്ങൾക്ക് 40 വോട്ടിന്റെ ലീഡുണ്ട്. അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്ന അതേ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങളുടെ ആകെ ലീഡ് 3967. ഏത് നിലമ്പൂര്? ഇവരുടെ മുനിസിപ്പൽ ചെയർമാൻ ഇരിക്കുന്ന നിലമ്പൂരിൽ. അപ്പോൾ അദ്ദേഹം ജനിച്ചിടത്ത് ഞങ്ങൾക്ക് ലീഡ്, അദ്ദേഹം പഠിച്ചിടത്ത് ഞങ്ങൾക്ക് ലീഡ്, ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിക്കുന്നിടത്ത് ഞങ്ങൾക്ക് ലീഡ്. അപ്പോൾ എന്ത് കണക്കിനെ പറ്റിയിട്ടാണ് ഇവർ പറയുന്നത്? ഞങ്ങൾ അങ്ങനെയൊന്നുമുള്ള നമ്പറിലേക്കല്ല പോകുന്നത്. ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ജീവൽ പ്രശ്നങ്ങൾ വെച്ചു. ഇവർ വിവാദങ്ങൾ ഉണ്ടാക്കാൻ നോക്കി. ഞങ്ങൾ എന്താ വെച്ചത്? ഞങ്ങൾ ഡേ 1-ൽ ഞങ്ങളുടെ ആദ്യത്തെ ക്യാമ്പയിൻ എന്തായിരുന്നു? നിലമ്പൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ആണ്. ആ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിൽ ഇരകളാക്കപ്പെട്ടവർ, അതിൽ രക്തസാക്ഷിത്വം വരിച്ച മനുഷ്യന്മാരുടെ ഉറ്റവർ, ഉടയവർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അവരെ വെച്ചിട്ട് ഞങ്ങൾ സംഗമം നടത്തി. ആ സംഗമം PCC-യുടെയും UDF-ന്റെയും ഒക്കെ നേതൃത്വത്തിൽ അത് ആസൂത്രണം ചെയ്തു. ആ പരിപാടിയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. അതിന് വളരെ പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടായി. ഞങ്ങളുടെ സ്ഥാനാർത്ഥി കൺവെൻഷൻ ഇടയ്ക്കാണ് ശ്രീ KC വേണുഗോപാൽ വന്നിട്ട് പെൻഷൻ വിഷയം ഞങ്ങൾ വെച്ച എല്ലാ കെണിയിൽ ഇവർ വന്ന് വീണു. പെൻഷൻ വിഷയം അദ്ദേഹം ഓപ്പൺ ചെയ്തു. ശ്രീ KC വേണുഗോപാൽ പെൻഷൻ വിഷയം ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും മുഖ്യമന്ത്രി തൊട്ട് മുഴുവൻ ആളുകളും ഇറങ്ങി. ഇവർ പെൻഷൻകാരെ വെച്ചിട്ട് സംഗമം നടത്തി. ആ സംഗമത്തിൽ പങ്കെടുത്ത ആളുകൾ പോലും ഞങ്ങൾ വോട്ട് ചെയ്തു. കാരണം എന്താ? പെൻഷൻ കൃത്യമായി കേരളത്തിൽ കിട്ടുന്നില്ല എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ്. നമ്മുടെ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുണ്ട്, 17-18 മാസമായി ആ സാധുക്കൾക്ക് അവർ അംശാദായം അടയ്ക്കുന്ന ഞാനും ശ്രീമതി നിഷയും ഇവിടെ ഇരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയും ഒക്കെ ഒരു വീട് വെച്ചാൽ നമ്മൾ കൂടി അതിലേക്ക് പങ്കുവഹിക്കുന്ന പെൻഷൻ കിട്ടിയിട്ട് 17-18 മാസമായി. അപ്പം ഞങ്ങൾ ഈ പെൻഷൻകാരുടെ സംഗമം നടത്തി. അത് ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയുണ്ടായി.
ഞങ്ങൾ ഏത് നിലയിലാണ് പുറകിലേക്ക് പോയത് ശ്രീമതി നിഷ? ആധികാരികമായ വിജയമല്ലേ? ഒരു പഞ്ചായത്ത് ഒഴികെ ബാക്കി എല്ലായിടത്തും ഞങ്ങൾക്ക് ലീഡ്, ഒരുവിധം എല്ലാ റൗണ്ടിലും ഞങ്ങൾക്ക് ലീഡ്. ഈ ലീഡൊക്കെ കാണിക്കുന്ന ആധികാരിക വിജയം എന്നാണ്. ഞങ്ങളിത് പെട്ടെന്നുണ്ടായ ഒരു വിജയമൊന്നുമല്ല. ശ്രീ PV അൻവർ എന്ന് പറയുന്ന അവിടുത്തെ CPM-ന്റെ സിറ്റിംഗ് MLA രാജിവെച്ചപ്പോൾ ആ ദിവസം തന്നെ PCC ശ്രീ AP അനിൽകുമാർ എന്ന് പറയുന്ന KPCCയുടെ ഇപ്പോഴത്തെ വർക്കിംഗ് പ്രസിഡന്റ് ചുമതല കൊടുത്തു. അതിനുശേഷം പുതിയതായിട്ട് ബൂത്തുകൾ രൂപപ്പെട്ടു. മൊത്തം 263 ബൂത്തുകൾ ഉണ്ടായിരുന്നു. ആ 223 ബൂത്തുകളിലും PCCയുടെയും UDF-ന്റെയും നേതൃത്വത്തിൽ കമ്മിറ്റികൾ എടുത്തു. UDF കമ്മിറ്റിയും അതുപോലെ തന്നെ ബൂത്ത് കമ്മിറ്റി, കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റിയും എടുത്തു. അതിനുശേഷം ബൂത്ത് കൺവെൻഷനുകൾ വിളിച്ചു. അതിനുശേഷം സിസ്റ്റമാറ്റിക് ആയിട്ട് പോഷക സംഘടനകളുടെ വർക്ക് ഉണ്ടായി. അപ്പൊ എല്ലാ ഘട്ടത്തിലും ഇപ്പോൾ സ്ഥാനാർത്ഥി ഇവർ പറഞ്ഞല്ലോ ഞങ്ങൾ ഏറ്റവും വലിയ നിലപാടുള്ള ആൾ മത്സരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഇവർക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാം ഇവർ ചെയ്തില്ലേ? കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരുടെ പട, 10 വീടുകൾക്കൊരു ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഇവരുടെ സംവിധാനം, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാർ, സംസ്ഥാന സെക്രട്ടറി, പക്ഷത്തിന്റെ പ്രതിനിധി. പിന്നെയും അദ്ദേഹം എനിക്ക് തോന്നുന്നു നിലമ്പൂരിനെ പറ്റി വലിയ ധാരണയില്ല എന്ന് തോന്നുന്നു. ഞാൻ ശ്രീ M സ്വരാജ് ജനിച്ച സ്ഥലവും ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ പറ്റിയൊക്കെ പറഞ്ഞത് ഇപ്പോൾ ചില സ്ഥലങ്ങളില്ലേ അവിടെ UDF-നായിരിക്കും സ്വാധീനം എന്നാണ്. അദ്ദേഹത്തിന്റെ അറിവിലേക്കായിട്ട് പറയുകയാണ്. ശ്രീ M സ്വരാജ് ജനിച്ചു വളർന്ന പോത്തുകൽ എന്ന് പറയുന്ന പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് CPM ആണ്. ആ CPM ഭരിക്കുന്ന പഞ്ചായത്തിലാണ് ശ്രീ M സ്വരാജ് പിന്നിൽ പോവുകയും ഞങ്ങൾ ലീഡ് എടുക്കുകയും ചെയ്തത്. ശ്രീ M സ്വരാജ് ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന നിലമ്പൂർ മുനിസിപ്പാലിറ്റി, അതും CPM ആണ് ഭരിക്കുന്നത്. ആ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾക്ക് ഏതാണ്ട് 3967 വോട്ടിന്റെ ലീഡാണ് ആ മുനിസിപ്പാലിറ്റിയിൽ മാത്രമുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇവരുടെ തന്നെ വാദത്തെ ഞാൻ വെക്കുകയാണ്. ഇവർ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഞാൻ എടുക്കുന്നു. ശ്രീ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അവരെന്തൊക്കെയാ പറഞ്ഞു? ഒന്ന്, അവരവതരിപ്പിച്ച ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ്. അപ്പൊ എന്റെ ചോദ്യം, നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റിന് നിങ്ങൾ 9 വർഷക്കാലമായി ഭരിക്കുന്ന നിങ്ങളുടെ സിറ്റിംഗ് സീറ്റിൽ പോലും ജയിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ അമ്പെ പരാജയപ്പെടുകയല്ലേ? ഒന്ന്, നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റിന് നിങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന പഞ്ചായത്തിൽ ലീഡെടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ആ ബെസ്റ്റ് കാൻഡിഡേറ്റിന്റെ വീഴ്ചയാണോ നിങ്ങളുടെ വീഴ്ചയാണോ? ഇനി നിങ്ങളുടെ ബെസ്റ്റ് കാൻഡിഡേറ്റിന് അദ്ദേഹം ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയിൽ ലീഡെടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബെസ്റ്റ് കാൻഡിഡേറ്റിന്റെ പരാജയമാണോ നിങ്ങളുടെ പരാജയമാണോ? അതൊന്ന് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചാൽ മതി. ഒന്ന്. രണ്ട്, ഇദ്ദേഹം തന്നെ പറഞ്ഞു കുടുംബ യോഗങ്ങളിലെല്ലാം ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. അപ്പോൾ PR ഏജൻസികളെ കൊണ്ട് നിങ്ങൾ തയ്യാറാക്കിയ പ്രോഗ്രസ് റിപ്പോർട്ട് നിലമ്പൂരിലെ നിങ്ങളുടെ സിറ്റിംഗ് മണ്ഡലത്തിലെ ജനത തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു അല്ലേ? ചാലിയാർ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് തന്നെയല്ലേ അതിന്റെ അർത്ഥം? ഇത് തന്നെ ഞങ്ങളും പറയുന്നുള്ളൂ. നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ടുകൾ ഫേക്ക് ആണ്. നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ടുകൾ ഫേക്ക് ആണ്. നിങ്ങൾ പറയുന്ന ഓരോ വിഷയങ്ങൾക്കും മറുപടിയുണ്ട്. ഇപ്പൊ കുറച്ചു മുൻപ് അദ്ദേഹം പറഞ്ഞു പവർ കട്ടില്ലാത്ത കേരളമെന്ന്. ഇവിടെ ശ്രീ സജീഖ് മഞ്ഞക്കടമ്പൻ പവർ കട്ടിനൊന്നും അല്ലെങ്കിലും അദ്ദേഹം ഇരട്ടത്തായിരിക്കുന്നെന്ന് പറഞ്ഞു, കറണ്ട് പോയി എന്ന് പറഞ്ഞു. അത് പോട്ടെ, ഞാൻ അതിലേക്കല്ല പോകുന്നത്. പവർ കട്ടില്ലാത്ത കേരളം എന്ന് പറയുമ്പോൾ എല്ലാ വർഷവും വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്ന കേരളമായി നിങ്ങൾ ഈ സംസ്ഥാനത്തെ മാറ്റി. ആദ്യമായിട്ടാണ് ഒരു സർക്കാർ പറയുന്നത് ഞങ്ങൾ അടുത്ത വർഷവും വൈദ്യുതി ചാർജ് കൂട്ടും എന്നൊരു സർക്കാർ അടുത്ത 2 വർഷവും കൂട്ടുമെന്ന് മുൻകൂട്ടി പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ സർക്കാർ നിങ്ങളുടെ സർക്കാരാണ്. ഞങ്ങളത് ചർച്ചയാക്കി, ജനങ്ങൾ ആ രാഷ്ട്രീയത്തെ സ്വീകരിച്ചു. നിങ്ങളുടെ പവർ കട്ടില്ല എന്ന് പറഞ്ഞ രാഷ്ട്രീയത്തെ അല്ല, ഓരോ മാസവും ഫാമിലി ബഡ്ജറ്റിനെ താളം തെറ്റിക്കുന്ന നിങ്ങളുടെ വൈദ്യുതി ചാർജ് വർധനമെന്ന ഞങ്ങളുടെ രാഷ്ട്രീയത്തെ അവർ സ്വീകരിച്ചു. വെള്ളക്കരം കൂട്ടിയതിനെ പറ്റി ഞങ്ങൾ പറഞ്ഞു, അത് ജനം സ്വീകരിച്ചു. ഇവിടെ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിനെ പറ്റി ഞങ്ങൾ പറഞ്ഞു, അത് ജനം സ്വീകരിച്ചു. ഞങ്ങൾ പറഞ്ഞ രാഷ്ട്രീയത്തെ സ്വീകരിച്ചു. പിന്നെ ഇവിടെ ശ്രീ M സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അതുപോലെ ഇവരൊക്കെ പറയുന്നു എല്ലാ നിലപാടുകളും ജയിക്കണം എന്നില്ലെന്ന്. പിന്നെ ഇതിനെ മത്സരിക്കാൻ പോയെ? അപ്പൊ ഇവർ ജയിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ മാത്രമാണോ നിലപാടുകളുടെ വിജയം? ബാക്കിയുള്ളവരൊക്കെ ജയിക്കുമ്പം ഈ ജനങ്ങൾക്ക് നിലപാടില്ലാത്തവരാണോ? ഇങ്ങനെ ജനങ്ങളെ നിങ്ങൾ മുൻപ് ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്ത ജനതയെ തീവ്രവാദികളെന്ന് വിളിച്ചു. ആ ജനമ തിരിച്ചറങ്ങി നിന്നിട്ട് നിങ്ങളുടെ സിറ്റിംഗ് സീറ്റിൽ തോൽപ്പിച്ചിരിക്കുന്നത്. ഒരു തർക്കവും വേണ്ട. നിങ്ങളിങ്ങനെ നിരന്തരമായി ജനങ്ങളെ വെല്ലുവിളിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ ജനം അതിനോട് റിയാക്ട് ചെയ്യും. നിങ്ങൾ ജയിച്ചാൽ മാത്രമാണ് നിലപാട്. നിങ്ങൾ ആരാണ് ഈ നിലപാട്? ഇപ്പൊ ഇവിടെ പറയുന്നു ഇവിടുത്തെ സ്ഥാനാർത്ഥിയുടെ നിലപാടിനെ പറ്റി. എന്ത് നിലപാടാണ്? പാർട്ടിക്കൊപ്പമുള്ള നിലപാടല്ലാതെ ഏത് നിലപാടാണ് പറഞ്ഞത്? ഒന്ന് പറഞ്ഞു തന്നേ. ഇവിടെ ആശാസമരം നടക്കുന്നു. കുറേയേറെ സ്ത്രീകൾ പൊരുവെയിലത്തും പെരുമഴയത്തും ഇവിടെ സമരം ഇരിക്കുന്നു. ആ സമരത്തെ പറ്റിയിട്ട് കമ എന്നൊരു അക്ഷരം ഈ പറയുന്ന നിലപാടുള്ള സ്ഥാനാർത്ഥി പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഈ മലപ്പുറം ജില്ലയെ ആദ്യം VS പറഞ്ഞു അവിടുത്തെ കുട്ടികൾ പരീക്ഷയ്ക്ക് പാസ്സാകുമ്പോൾ കോപ്പി അടിച്ച് ജയിച്ചാണെന്ന് പറഞ്ഞു. ആ ജില്ലക്കാരൻ കൂടിയായി നിലപാടിന്റെ രാജകുമാരൻ കമ എന്നൊരു അക്ഷരം ഇണ്ടിട്ടുണ്ടോ? അവിടെ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്ത ആളുകളെല്ലാം തീവ്രവാദികളാണെന്ന് പറഞ്ഞ് ആ ജില്ലയെ പിന്നെയും ആക്ഷേപിച്ചു. ഈ നിലപാടിന്റെ രാജകുമാരൻ കമ എന്നൊരു അക്ഷരം ഇട്ടിട്ടുണ്ടോ? അവർ ജില്ലയെ സ്വർണ്ണക്കടത്തുകാരെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. മുഖ്യമന്ത്രി കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന സ്വർണ്ണക്കടത്ത് കേസിനകത്ത് പ്രതിയായ സ്വപ്ന സുരേഷ് മലപ്പുറം ജില്ലക്കാരിയാണോ? ജയിലിൽ കിടന്ന ശിവശങ്കരൻ മലപ്പുറം ജില്ലക്കാരനാണോ? എന്നിട്ടും ആ ജില്ലയെ ആക്ഷേപിച്ചു. അന്നേരം ഈ നിലപാടിന്റെ രാജകുമാരൻ കമ എന്നൊരു അക്ഷരം മിണ്ടിയോ? TP ചന്ദ്രശേഖരനെ കൊന്നു, കമ എന്നൊരു അക്ഷരം ഈ നിലപാടിന്റെ രാജകുമാരൻ മിണ്ടിയിട്ടുണ്ടോ?
ജിഷ്ണു പ്രണോയ് കൊല്ലപ്പെട്ടു, മുഖ്യമന്ത്രി തിരിഞ്ഞു നോക്കിയില്ല കുടുംബത്തെ. ഈ നിലപാടിന്റെ രാജകുമാർ കമായെന്ന് ലക്ഷം ഇട്ടിട്ടുണ്ടോ? അപ്പൊ നിങ്ങളൊക്കെ പറയുന്നു ഇങ്ങനെ വാഴ്ത്തിപ്പാടുന്ന കേരളത്തിൽ ഇപ്പുറത്തെ രണ്ട് സ്ഥാനാർത്ഥികൾ മത്സരിക്കുക. ശ്രീമതി നിഷ, എനിക്ക് അതിനകത്തുള്ള പരാതിയൊന്നുമല്ല പറയുന്നത്. ഒരാളൊരു സാംസ്കാരിക നായകൻ തന്നെ മത്സരിക്കുകയാണ്. 4 ദേശീയ അവാർഡ് കിട്ടിയ ആളാ. 4 ദേശീയ അവാർഡ് കിട്ടിയ ഒരാൾ അപ്പുറത്ത് മത്സരിക്കുമ്പോൾ ഇപ്പുറത്തെ കുറച്ച് സെലക്റ്റീവായി അവാർഡ് ആഗ്രഹിക്കുന്ന ചില ഇടതുപക്ഷ സാംസ്കാരിക നായകർ വന്നു നിന്നിട്ട് കരഘോഷം മുഴക്കുക, സാംസ്കാരിക ഘോഷയാത്ര നടത്തുക, കെട്ടുകാഴ്ച നടത്തുക, ഇടതുപക്ഷ സാംസ്കാരിക കെട്ടുകാഴ്ച. ഇവർക്കൊക്കെ ഈ വിഷയങ്ങളിൽ ഈ നിലമ്പൂരിൽ വന്ന് തെരഞ്ഞെടുപ്പിൽ സംസാരിച്ച ഏതെങ്കിലും ഒരു സാംസ്കാരിക നായകനെ നമ്മൾ ആശാസമരത്തിൽ കണ്ടിട്ടുണ്ടോ? അതല്ലാതെ ഒരുപാട് സാംസ്കാരിക നായകന്മാരും എഴുത്തുകാരും കവിമാരും ഒക്കെ നന്നായി പ്രതികരിച്ചിട്ടുണ്ട്. അവരുടെ നിലപാടുകളും വന്നിട്ടുണ്ട്. അതല്ലാതെ ഈ CPM-ന്റെ അവാർഡ് കാംക്ഷിച്ച് നിൽക്കുന്ന കുറേയേറെ സാംസ്കാരിക കൂട്ടായ്മയെ നിങ്ങൾ കൊണ്ടുവന്നു. നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഫുൾ ടീമിനെ കൊണ്ടുവന്നു. ഇതെല്ലാം പരാജയപ്പെട്ടതിന് ശേഷം പിന്നെയും അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ ജനങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങളെ തോൽപ്പിച്ചതിന്റെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഏറ്റെടുക്കും. ജനങ്ങൾ ഉത്തരവാദിത്തത്തോടെയാണ് നിങ്ങളെ തോൽപ്പിച്ചത്. നിങ്ങളുടെ സിറ്റിംഗ് മണ്ഡലത്തിൽ ജനങ്ങൾ നിങ്ങളെ തോൽപ്പിച്ചു. അത് നിങ്ങൾ ആദ്യം അംഗീകരിച്ചതിന് ശേഷം ബാക്കി പറ. അതല്ലാതെ ഏത് വിഷയത്തിനകത്താണ് നിങ്ങളുടെ ഈ നിലപാടിന്റെ രാജകുമാരൻ പാർട്ടിക്ക് അതീതമായ ഒരു നിലപാട് പറഞ്ഞതാ? പാർട്ടി തെറ്റിയുമ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ? എപ്പോഴേലും ഏതെങ്കിലും ഒരു വിഷയത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന നിലപാട് അത് ഈ നാട്ടിൽ എല്ലാവരും എടുക്കുന്നതാ. അതല്ലാതെ അതെന്തോ ഒരു വലിയ ഘോഷിക്കേണ്ടതെന്നോ ആഘോഷിക്കപ്പെടേണ്ടതായിട്ടുള്ള കാര്യമൊന്നുമല്ല. അത് കുറച്ച് സെലക്റ്റീവായ കുറച്ച് സെലക്റ്റീവായിട്ടുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിനെന്ന് സ്ഥിരമായി പറയുന്ന ആളുകൾ മാത്രമല്ല, ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും പോലെയുള്ള ആളുകൾ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ വോട്ടിനെ മറ്റൊരു തെരഞ്ഞെടുപ്പുമായിട്ട് എങ്ങനെയാണ് താരതമ്യപ്പെടുത്താൻ പറ്റുന്നതെന്ന് തന്നെ എനിക്കറിയില്ല. അദ്ദേഹം ഇതൊക്കെ സീരിയസ് ആയിട്ടാണ് പറയുന്നതെങ്കിൽ എനിക്ക് അദ്ദേഹത്തോട് സഹതാപം മാത്രമേ ഉള്ളൂ. അതല്ല ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണമല്ലോ എന്ന് കരുതിയിട്ട് പറയുന്നതാണെങ്കിൽ എനിക്ക് അതിനകത്ത് പ്രയാസമില്ല. പിന്നെ അദ്ദേഹം പറയുന്നതിനിടയിൽ എന്റെ പഞ്ചായത്തിനെ പറ്റി പറഞ്ഞു. എന്റെ പഞ്ചായത്തിന്റെ യുക്തിയല്ല സഹോദര. എന്റെ പഞ്ചായത്ത് അങ്ങ് പറഞ്ഞത് ശരിയാണ്. എന്റെ പഞ്ചായത്ത് പള്ളിക്കൽ പഞ്ചായത്ത് കാലാകാലങ്ങളായി CPM ഭരിക്കുന്ന പഞ്ചായത്താണ്. അവിടെ CPM-ന് വലിയ സ്വാധീനമുള്ള പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ ഞങ്ങളൊക്കെ പൊതുപ്രവർത്തനം തുടങ്ങിയതിനു ശേഷമാണ് എന്റെ വാർഡ് അടക്കം UDF ജയിക്കാൻ തുടങ്ങിയത്. അത് വിട്ടേക്കൂ, അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം നിങ്ങളുടെ ബെസ്റ്റ് കാൻഡിഡേറ്റ് എന്ന് നിങ്ങൾ തന്നെ പറയുന്ന ആൾ നിങ്ങളുടെ സിറ്റിംഗ് സീറ്റിൽ തോക്കുന്നു. 1. 2, CPM ഭരിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ വീട് നിൽക്കുന്ന പഞ്ചായത്തിൽ പിന്നിൽ പോകുന്നു എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് കാലാകാലങ്ങളായി CPM ജയിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ പഞ്ചായത്തുമായിട്ട് ഏത് താരതമ്യമാണ്? അങ്ങൊരു അഭിഭാഷകനല്ലേ? ഇങ്ങനൊരു വാദം പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റി കേസിന് പോകുന്ന ആൾക്ക് ജീവപര്യന്ത ശിക്ഷ കിട്ടത്തില്ല എന്റെ പൊന്നു സഹോദര. 2, അദ്ദേഹം ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുനിസിപ്പാലിറ്റി, ആ മുനിസിപ്പാലിറ്റിയും CPM ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ്. CPM ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾക്ക് 3967 വോട്ടിന്റെ ലീഡെന്ന് പറയുന്നതിനെ ഏത് കുയുക്തി വെച്ചിട്ടാണ് കാലാകാലങ്ങളായി CPM ജയിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ പഞ്ചായത്തുമായിട്ടൊക്കെ താരതമ്യപ്പെടുത്തുന്നത്? ഇതെല്ലാം പറഞ്ഞാൽ അങ്ങേക്ക് എന്തെങ്കിലും ആത്മസംതൃപ്തി കിട്ടുമെങ്കിൽ സന്തോഷം, ഞാൻ അത് വിട്ടു. ഇനി 2, പാലക്കാട് തെരഞ്ഞെടുപ്പിനെ പറ്റി പറഞ്ഞു. ഇവരിങ്ങനെ പറഞ്ഞോട്ടെ, പാലക്കാട്ടെ ജനങ്ങൾ വർഗീയമായിട്ടാണോ എന്നെ ജയിപ്പിച്ചത്? പാലക്കാട് എവിടെയാണ് UDF-ന് മേൽക്കോയ്മയില്ലാത്തത്? പാലക്കാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകിയ ഒരു നാട് UDF-നെ ജയിപ്പിക്കുമ്പോൾ പിന്നെയും പോയി അത് വർഗീയമായി ചിന്തിക്കുന്നവരുടെ വോട്ടാണെന്ന് ഇദ്ദേഹം പറയുന്നത്. വ്യക്തിപരമായി പാലക്കാട്ടെ ജനങ്ങളെ അധിക്ഷേപിക്കുന്നതായതുകൊണ്ട് എനിക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. പാലക്കാടിന്റെ പേരിൽ ആ പ്രതിഷേധം അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അവിടെ സാധ്യമാകുന്ന എല്ലാ വൃത്തികേടുകളും കാണിച്ചിട്ട് എല്ലാ സർക്കാർ മിഷനറികളെ ഉപയോഗിച്ചിട്ട് അവിടുത്തെ ജനങ്ങൾ നിങ്ങളെ പരാജയപ്പെടുത്തിയതാണ്. ആ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകിയിട്ടാണ് പാലക്കാട് UDF-നെ ജയിപ്പിച്ചത്.